ഇസ്രായേലിന് മതിയായിട്ടുള്ള മിലിറ്ററി ഫോഴ്സ് ഇല്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അത് മാത്രമല്ല റിസർവ് ആയിട്ടുള്ള മിലിറ്ററീസിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഇസ്രായേലിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകളാണ്. ചീഫ് ഓഫ് സ്റ്റാഫ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, മറ്റു ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കൗൺസിലർ അതായത് ലോക്കൽ ലീഡർ കൗൺസിൽസ് ഒക്കെ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ മിലിറ്ററി ഫോഴ്സ് ഉപയോഗിക്കാൻ ഇല്ല എന്നൊരു കാര്യം വ്യക്തമായിട്ട് അവർ പറയുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നതാണ്. അതുപോലെ ഇസ്രായേലിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് ഇസ്രായേലിന്റെ തന്നെ UN അംബാസിഡർ UN-ൽ കൃത്യമായി പറയുന്ന വിഷ്വൽസും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇസ്രായേലിലെ ഓപ്പോസിഷൻ ലീഡർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. אבל השורה התחתונה היא, הממשלה שולחת את הצבא למלחמה רב-זירתית, בלי אסטרטגיה, בלי אמצעים, ועם מעט מדי חיילים. הרמטכ"ל דיווח אתמול לקבינט, שכבר אין לו איך להמשיך לגייס מילואים. יש לו מילואימניקים בסבב שישי ושביעי, המילואימניקים האלה שחוקים ומותשים, וכבר לא יכולים לתת מענה לאתגרי הביטחון שלנו. הרמטכ"ל דיווח אתמול לקבינט, שכוחות הסדיר בקריסה גמורה. אין לצבא מספיק חיילים למשימות שלו. അതായത് ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ക്യാബിനറ്റിൽ ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് മതിയായിട്ടുള്ള മിലിറ്ററി ഫോഴ്സ് ഇല്ല, അതുപോലെ നെസസറി മീൻസ് ഒന്നും ഇല്ല, അതായത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ഇല്ല, അതായത് മിലിറ്ററി ഫോഴ്സിന് ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ വരുന്ന വാർത്തകൾ. അത് മാത്രമല്ല ഈ ഒരു ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിസർവ് ആയിട്ടുള്ള ഫോഴ്സിനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാരണം ഓൾറെഡി ഗാസയിലും മറ്റൊക്കെ ആയിട്ട് ഏകദേശം 6 മുതൽ 7 വട്ടം റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവരൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരൊന്നും വില്ലിംഗ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഓപ്പറേഷൻസിനൊന്നും ഇവരൊന്നും വരുന്നില്ല. ഇവരൊക്കെ ടയർഡായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല കൂടുതൽ പേരും ഇപ്പോൾ വരാൻ തയ്യാറാവുന്നില്ല എന്നും കൂടിയാണ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞിട്ടുള്ളത്. ഇത് ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണ്. ഇനി അവിടുത്തെ ഒരു കൗൺസിലർ പറയുന്നത് കേൾക്കാം. אנחנו עושים כל מה שאנחנו יכולים פה, אבל אין פה מדינה אחריך. בשביל להצליח אתה צריך מדינה, אי אפשר לבד. גמרתם את קריית שמונה, גמרתם את יישובי הגדר, גמרתם הכל כבר. מה אתם עושים? מה אתם עושים, ריבונו של עולם? מה אתם עושים? או שתגידו שאתם לא מסוגלים לטפל באירוע הזה ותשחררו אותנו, או שתעשו מה שצריך כבר, ריבונו של עולם. അയാൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് നോർത്ത്, അതായത് ഇസ്രായേലിലെ നോർത്തിലുള്ള ഒരു ബോർഡർ ഏരിയയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ലോക്കൽ ലീഡറാണ്, കൗൺസിലറാണ്. ഈ കൗൺസിലർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ സഹായിക്കേണ്ട, പക്ഷേ നമ്മളെ റിലീസ് ചെയ്ത് വിടൂ എന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് ഇതിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല, ഇതിന്റെ അപ്പുറത്തേക്ക്. കാരണം പരമാവധി അവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഒരു കൗൺസിലർ കൂടി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഇത് ഇല്ലീഗൽ സെറ്റിൽമെന്റ്സിലുള്ള കൗൺസിലർ പറയുന്ന കാര്യങ്ങളാണ്. אם הפסדנו עיר במדינת ישראל, זו הפעם הראשונה שעיר במדינת ישראל הולכת. 10,000 תושבים היום בקריית שמונה. ואתם מצפים מהם עוד חודש, או לא יודע כמה אפילו, איך אמר קודם, לא יודעים אפילו עוד כמה, להישאר במציאות העגומה הזו. אתם חושבים שישארו שם? ואם אתם מצפים שעוד חודש, ימים 10,000 שישארו ככה, להישארו 10 אנשים. אלה שלא יכולים ללכת בלבד. כי כבר עכשיו יזכרו את הבומים כל יום. ואם יש לי 4,700 דירות בלי מיגון תקני, או מיגון בכלל, איזה ניצחון זה? לא שולחים חייל לקרב בלי שכפ"ץ, נכון? למה שמים אזרח בחזית בלי מגן? זה המינימום, זה לתת המדינה לאזרח. לשחק לנו ביטחון. כשלתם. അയാൾ പറഞ്ഞു വെക്കുന്നത്, ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ നിങ്ങൾ സോൾജിയേഴ്സിനെ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധഭൂമിയിലേക്ക് അയക്കുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ ജനങ്ങളെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെയാണ് നിർത്തിക്കുന്നത് എന്നാണ് ഈ ഒരു കൗൺസിലർ ഇവിടെ വ്യക്തമാക്കുന്നത്. അവിടുത്തെ സിറ്റുവേഷൻ, അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ സിറ്റുവേഷൻ ആണ് ഇയാൾ ഇപ്പോൾ പറയുന്നത്. അതായത് ഓരോ ദിവസവും അവിടെ എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇയാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലീഡർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
ഈ മിഷൻ പൂർത്തിയാക്കാനുള്ള സോൾജേഴ്സ് ഇസ്രായേലിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല എന്നൊരു കാര്യമാണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യാതൊരു സ്ട്രാറ്റജിയും ഇല്ലാതെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ്. അതായത് ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻസിനൊന്നും യാതൊരു തരത്തിലുള്ള സ്ട്രാറ്റജിയോ പ്ലാനിങ്ങോ ഒന്നുമില്ല. കയറി അങ്ങ് അടിക്കുക എന്നൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇവർ പറഞ്ഞു അവർക്ക് മതിയായിട്ടുള്ള സോൾജേഴ്സ് ഇല്ല എന്ന് മാത്രമല്ല, റിസർവ് ആയിട്ടുള്ള ഫോഴ്സിനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം നമുക്കറിയാം US അവരുടെ ടീമിനെ, അതായത് ആംഡ് ഫോഴ്സിനെ ഇറാനിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഏകദേശം 3000 പേരെയാണ് US അയക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത്, ഇറാന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത് ഇറാൻ ഏകദേശം 10 ലക്ഷം ഫോഴ്സിനെ അവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഏകദേശം 6 മുതൽ 7 ലക്ഷം വരെ ഉള്ള മിലിറ്ററി ഫോഴ്സും അതുപോലെ ബാക്കിയുള്ള ഏകദേശം 3 ലക്ഷം വരുന്ന റിസർവ്ഡ് ഫോഴ്സിനെയും ആണ് തയ്യാറാക്കി, അങ്ങനെ 10 ലക്ഷം ഫോഴ്സിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്രംപ് അണ്ണൻ പറഞ്ഞ പോലെ സീസ് ഫയറോ അല്ലെങ്കിൽ ഡീലൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് UN പോയി ഇസ്രായേലിന്റെ റെപ്രസെന്റേറ്റീവ്, അതായത് ഇസ്രായേലിന്റെ അംബാസിഡർ ടു ദി UN, അവർ പറയുന്നത് കേട്ടു നോക്കാം. When you hear this siren, you have 15 seconds to seek shelter. Think about that for one moment, what it means. 15 seconds. Imagine you are at home, you have 3 children. Which one do you take with you first? Do you go back for the others? Do you carry your elderly parents? What if you are outside now? 15 seconds. That's it. That is our reality. And many times it's not long enough. Yaron and Ilana Moshe, an elderly couple in their 70s, heard that siren last week. They follow instructions. They rushed toward the bomb shelter, but the missile struck before they could get there. They were just meters away. Their bodies were found together with a walker beside them. ഇതാണ് അവിടെ നടക്കുന്ന റിയാലിറ്റി എന്നാണ് ഇയാൾ പറയുന്നത്. ആ സൈറൻ കേട്ടിട്ട് 15 സെക്കൻഡിന്റെ ഉള്ളിൽ ഷെൽട്ടറിലേക്ക് പോയിക്കൊള്ളണം, അതായത് ബങ്കറിൽ പോയിക്കൊള്ളണം. ഈ 15 സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് ബങ്കറിലേക്ക് പോകാൻ പറ്റുക എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതാണ് അവിടെ നടക്കുന്ന റിയാലിറ്റി എന്നാണ് പറയുന്നത്. ഇയാൾ ഇത് പറയുന്നതിന് മുമ്പ് ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പാലസ്തീനിലേക്ക് പോയി കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുമ്പോൾ ഈ പറയുന്ന 15 സെക്കൻഡ് പോലും, അതായത് ഇങ്ങനെ ഒരു ഫെസിലിറ്റി പോലും ഇല്ലായിരുന്നു. അത് മാത്രമല്ല, അവർക്ക് ഈ പറയുന്ന ഷെൽട്ടർ, ബങ്കർ ഫെസിലിറ്റി അതും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ അവരുടെ കാര്യം ചിന്തിക്കാത്തത്? ഈ പറയുന്ന ഫെസിലിറ്റി, അതായത് 15 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ അറിയും നിങ്ങൾക്ക് ബങ്കറിൽ പോകാമെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഈ 15 സെക്കൻഡ് പോലും ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന 15 സെക്കൻഡിന്റെ സൈറൻ വരാനുള്ള കാരണം എന്താണ്? ഈ യുദ്ധമാണ്. ഈ യുദ്ധത്തിന്റെ കാരണം എന്താണ്? നിങ്ങളാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതിനു മുൻപ് വിക്ടിം കാർഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നെതന്യാഹു കുഞ്ഞുങ്ങളെയൊക്കെയാണ് കൊല്ലുന്ന ഇറാൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആരെയാണ് പിന്നെ കൊല്ലുന്നത്? അതുപോലെയാണ് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് 15 സെക്കൻഡേ നമുക്കുള്ളൂ, അതാണ് റിയാലിറ്റി. ആ 15 സെക്കൻഡിന്റെ ഉള്ളിൽ ഞങ്ങൾ ബങ്കറിലും ഷെൽട്ടറിലും പോയിട്ട് ഒളിച്ചേക്കണം, അതാണ് റിയാലിറ്റി എന്ന്. ഇതേ റിയാലിറ്റി തന്നെയാണ് ഇറാനിലും നിങ്ങൾ ബോംബിടുമ്പോൾ ഉള്ളത്. അതിനു മുൻപും പാലസ്തീനിലൊക്കെ നിങ്ങൾ ബോംബിടുമ്പോൾ ഉള്ളത്. അവർക്ക് ഈ 15 സെക്കൻഡ് പോലും ഇല്ലായിരുന്നു. എന്നിട്ടാണ് ഓരോ ആൾക്കാർ, അതായത് ഇസ്രായേലിലെ ആളുകൾ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇവർക്ക് ഏത് വിധേനയും മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടണം. പക്ഷെ പല വഴികൾ നോക്കിയിട്ടും ഒരു വഴിയിലും, അതായത് വിക്ടിം കാർഡ് ഇറക്കിയിട്ടായിരുന്നാലും ശരി,
സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നാലും ശരി, എന്ത് വഴി നോക്കിയിട്ടും ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. മറ്റു രാജ്യങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല. കാരണം ഇവർക്ക് സപ്പോർട്ട് കിട്ടിയേ മതിയാവും. അതാണ് ഞാൻ ഈ വീഡിയോന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനല്ല, അവിടുത്തെ ടോപ്പ് ലീഡേഴ്സും അതുപോലെ കൗൺസിലേഴ്സും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. അവിടെ മതിയായ ഫോഴ്സ് ഇല്ല. അവർക്ക് ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ സഹായം ഉണ്ടായേ മതിയാകും.